കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും തകർത്ത് വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇടാതിരുന്നെങ്കിലും ഞാൻ ഇനിയും പൂർവാധിക ശക്തിയിൽ തിരിച്ചു വരാൻ പോവുകയാണ് വീഡിയോസൊക്കെ ഇട്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ ഇന്ന് തീരുമാനിച്ച് ഞാൻ തൊട്ടൊന്ന് വീഡിയോ ഒക്കെ ഇടും. ഇനി നല്ല രീതിയിൽ ലൈവ് ആയിക്കൊണ്ടിരിക്കുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് വന്നപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്കൊക്കെ ഇപ്പം നല്ല ഒരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പും മഴയൊന്നുമില്ല, നല്ല മങ്ങിയ ഒരു ക്ലൈമറ്റ്, വെയിലൊന്നുമില്ല. അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് ഞാൻ ബീച്ചിലെത്തി. ബീച്ചിൻ്റെ ആ ഭാഗത്തെത്തി. അന്നേരം ഞാൻ ചോറൊന്നും കൊണ്ടുവന്നില്ല. അപ്പോഴും കാണാം അവിടെ തൊട്ടടുത്തൊരു ഭയങ്കര നല്ലൊരു കട കണ്ട്. എന്നുവെച്ചാൽ മുമ്പ് ഒരു നല്ല വണ്ണമുള്ള ഒരു ആളുണ്ടായിരുന്നു. എപ്പോഴും നല്ല വീഡിയോസും എല്ലാം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാനലിൽ എല്ലാം ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. നൗഷാദ് ഷെഫെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. മരിച്ചു പോയെന്ന് തോന്നുന്നു. ആ വ്യക്തിയുടെ ഒരു ഹോട്ടലാണ്. അങ്ങനെ ഞാൻ കണ്ട് ഫാമിലിയൊക്കെ ഉണ്ട്, ഒരുപാട് ഫാമിലിയൊക്കെ ഫുഡ് കഴിക്കാനുണ്ട്. അങ്ങനെയില്ല, താലി മീൽസ് ഉണ്ടല്ലോ, അത് ആ റോഡ് സൈഡിൽ തന്നെ താലി മീൽസ് അങ്ങനെ കഴിച്ചു. നല്ല കിടില ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡ് നമ്മൾ എന്നും വീട്ടിൽ നിന്ന് നമ്മളുണ്ടാക്കുന്ന ചോറും മീൻകറിയൊക്കെ അല്ലേ കഴിക്കുന്നത്. അങ്ങനെ വല്ലപ്പോഴും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കയറിയത്. മാത്രമല്ല ഒരു വീഡിയോയൊക്കെ എടുക്കാമെന്ന് ഉള്ള ചിന്തയിലാണ് ഞാൻ കയറിയത്. അല്ലാതെ ഞാൻ എന്നും വീട്ടിലെ ഫുഡാണ് കഴിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊന്നും അല്ല ഫുഡ് കഴിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കയറിയത്. അങ്ങനെ വീഡിയോയും എല്ലാം എടുത്ത് നോക്കിയപ്പോൾ അവിടെ നല്ല അങ്ങോട്ട് ചെന്ന് കയറുന്ന ആ റോഡിൽ തന്നെ ഈ കോർപ്പറേഷൻ്റെയൊക്കെ വകയായിട്ടൊക്കെയുള്ള നല്ല കിടിലം ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ റോഡിൽ ആ മധ്യത്ത് നടന്നു പോകുന്ന ഒരു മധ്യത്തുള്ള ഒരു സ്ഥലം നമ്മളിപ്പോൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം കാണത്തില്ലേ, അതങ്ങ് നീളത്തിലങ്ങ് ഭംഗിക്കങ്ങ് പൂന്തോട്ടം, തെറ്റിപ്പൂ, എല്ലാ പൂക്കളും ഉണ്ട്. എനിക്ക് അവിടെ നിന്ന് പോരാ മനസ്സില്ല. ഞാനങ്ങനെ അവിടെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്. വലിയ തിരക്കൊന്നുമില്ല, കാരണം ഉച്ച സമയമാകുമ്പോൾ തിരക്ക് കുറവാണ്. വൈകിട്ടാണ് അവിടെയൊക്കെ ഭയങ്കര തിരക്ക്, എങ്ങ് നിൽക്കാനും പോലും പറ്റാത്ത. അങ്ങനെ ഞാൻ അവിടെ പതുക്കെ നിന്ന് ഈ പൂക്കളുടെ വീഡിയോസ് എനിക്ക് മതിയാവോളം ഞാൻ അവിടെ നിന്ന് എടുത്ത് വീഡിയോസും ഒക്കെ എടുത്ത് അതിൻ്റെ ചുറ്റുവട്ടത്ത് നല്ല മരങ്ങൾ, മാവൊക്കെ നട്ട് വളർത്തിയിരിക്കുന്ന ഈ ഹോട്ടലിൻ്റെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. വീണ്ടും പുതുക്കിയൊക്കെ പണിയുന്നുണ്ട് ഹോട്ടലിൽ. അങ്ങനെ എല്ലാ ഫാമിലിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കയറിയത്. എന്നിട്ട് ഞാൻ തിരിച്ച് നടന്ന് ബീച്ചിലെത്തി. അന്നേരം ഒരുപാട് ഭയങ്കര ആളുകളില്ല, എന്നാൽ ആവശ്യത്തിന് ആളുകളും എല്ലാം ഉണ്ട്. കാരണം ക്ലൈമറ്റ് അങ്ങനെ, അതുകൊണ്ട് അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ. കാരണം വെരി ഡേഞ്ചറസ് ആണ്. കാരണം കടലിങ്ങി കയറി കിടക്കുകയാണ്, ഒരു രക്ഷയില്ല. കാണാൻ തന്നെ ഒരു ഇത്. കാരണം അങ്ങോട്ട് എന്നിട്ട് ഈ ആളുകളൊക്കെ അങ്ങ് ഇറങ്ങി നടന്നങ്ങ് കളിക്കുക. ഈ പിള്ളേരെല്ലാം ആ വെള്ളത്തിൽ അങ്ങ് കിടന്ന് തുള്ളിച്ചാടി കളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിസിൽ ഊതുകയും ചെയ്യുന്നുണ്ട് ഈ ആളുകൾ കയറാനായിട്ട്. അന്നേരം ഇവരെല്ലാം ഇനി കയറുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ കാല് നനയ്ക്കുന്നതൊന്നും ഇപ്പം, പണ്ടൊക്കെ ഈ കൊച്ചുങ്ങളായിട്ടിരിക്കുമ്പോഴാണ് ഈ വെള്ളം നനപ്പൊക്കെ നമുക്കിഷ്ടം. ഇപ്പോൾ എവിടെയെങ്കിലും ചടഞ്ഞിരുന്ന് ഈ കടൽ കാണുന്നത് മാത്രമേ ഉള്ളൂ താല്പര്യം. അത് കാരണം ഞാൻ അവിടെ ആ കയറ് കെട്ടിയതിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് എൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നതുമൊക്കെ നോക്കി ഇനി ഏത് ഇടാമെന്നൊക്കെ ഉള്ളതൊക്കെ ചിന്തിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന്. അപ്പോഴും കാണാം ഒരുപാട് പേര് ഒരു വണ്ടി, ടൂറിസ്റ്റ് ബസ്സുകളിലാണ് കൊല്ലം ബീച്ച് കാണാൻ അങ്ങ് ആൾക്കാർ വരുന്നത്. ഞാൻ നോക്കിയപ്പം കാണാം ഒരു വണ്ടി നിറച്ച്, ടൂറിസ്റ്റ് ബസ്സിൽ നിറച്ച് ആളുകൾ ഇറങ്ങി വരുന്നു. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന്. അന്നേരം പറഞ്ഞ് മാർത്താണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന്. അങ്ങനെ അവരെല്ലാം വന്നങ്ങ് ലൈവിലിയായി, ബീച്ചങ്ങ് ലൈവിലിയായി. ഞാൻ അപ്പോഴ് അവിടെ ഒരു അച്ഛനെ കണ്ട്, ഒരു വയസ്സായ ഒരു മനുഷ്യൻ, പാവമായിരുന്നു, കപ്പലണ്ടി കച്ചവടം നടത്തുന്നത്. ബീച്ചിൽ ചെന്നാൽ പിന്നെ 10 രൂപയുടെ കപ്പലണ്ടി കുറച്ചില്ലെങ്കിൽ ഒരു സുഖവും കാണത്തില്ല. അന്നേരം നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കും. എന്തുവാ, പ്രഷർ, കൊളസ്ട്രോളിനെയൊക്കെ അങ്ങ് മറക്കും. നമ്മൾ പതുക്കെ അതൊക്കെ മറന്ന് 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ച് ഞാൻ അവിടെ ഇരുന്ന് കുറിക്കാൻ തുടങ്ങി. അത് കുറിച്ചിട്ടേ പിന്നെ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ ഞാനതൊക്കെ കുറിച്ച് കുറേ സമയം, ഉച്ചയ്ക്ക് പോയതായതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്, വേറെ കാര്യമൊന്നുമില്ല അന്നേരത്തേന്. പിന്നെ ഇവരെയൊക്കെ ആളുകളെയൊക്കെ കാണാം.
കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ മണ്ണൊക്കെ വാരി അവിടെയൊക്കെ നിരത്തി കളിക്കുന്നു. ഇതൊക്കെ കാണാൻ കച്ചവടമൊക്കെ കുറച്ചുണ്ട്. ഒരുപാട് കച്ചവടമൊന്നുമില്ല. ആ മുളക് ബജിയുടെ കട നിൽക്കുന്നിടമൊക്കെ അങ്ങ് കടലിങ്ങ് കയറി കിടക്കുക. ഭയങ്കര ആ കടൽ മൊത്തം ഇങ്ങ് കയറി കിടക്കുക. എല്ലാ കുഴിയൊക്കെ ആയിട്ട് കിടക്കുക. അങ്ങനെ അല്ലായിരുന്നു കടൽ മുമ്പ് ഉള്ള അവസ്ഥ. അത്രയ്ക്ക് ഭീകരമായിട്ട് കിടക്കുക. അങ്ങനെ നല്ല നല്ല വാണിങ്ങൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങരുതെന്ന്. എന്നാലും ഈ ആൾക്കാർ കേൾക്കത്തില്ല, വന്ന് അതിനകത്തങ്ങ് ഇറങ്ങും. അങ്ങനെ ഇവരെല്ലാം കണ്ട് കുറേ സമയമായപ്പം 10 രൂപയുടെ കപ്പലണ്ടിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം കാണാൻ ഞാൻ പിന്നെ ഇനി തിരിച്ച്, കാരണം ഒരു 3:30-4 മണിയോളമൊക്കെ ആവാറായി. 4 മണിയായപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നടന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ജലകേളി കേന്ദ്രം എന്ന് പറയുന്നത്. കൊച്ചു പിള്ളേരെ സ്ഥലമാണ് ഇത്. ഈ സംഭവം അവിടുത്തെ ഈ പാട്ടാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഈ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഇതപ്പോൾ ഞാൻ വിചാരിച്ച് 10 രൂപ ടിക്കറ്റിനെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇതിനകത്ത് കയറി, എൻ്റെ കൂടെ കുട്ടികൾ ഒന്നുമില്ല, ഞാൻ വിചാരിച്ച് ഇതിനകമൊക്കെ ഒന്ന് കയറി കാണാമെന്ന്. അങ്ങനെ റോഡിൽ തന്നെ അങ്ങനെ ഞാൻ 10 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. കൊച്ചു പിള്ളേർ അതിനകത്തും ഇതിനകത്തുമൊക്കെ കയറി ഇരുന്ന് ഊഞ്ഞാലാടുന്നു, കളിക്കുന്നു, കറങ്ങുന്നു. ഇതൊക്കെ ഞാനും കണ്ട് എൻജോയ് ചെയ്ത് പിള്ളേരെ ഫോട്ടോയൊക്കെ എടുത്ത് ഞാനും കുറച്ച് സമയം അവിടെ ഇരുന്ന്. പിന്നെ കുറേ അങ്ങ് നടന്നില്ലേ, കാരണം ഈ ഓഫീസിൽ നിന്ന് നടന്നാണ് ഞാൻ ഈ ബീച്ചിൽ വന്നത്. അപ്പോൾ അത്രയും ദൂരം നടന്നപ്പോഴത്തേന് കുറേ ദൂരമുണ്ട്, അങ്ങ് ക്ഷീണിച്ച്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ജലകേളി കേന്ദ്രത്തിനകത്ത് കയറി കുറച്ച് നേരം ഇരുന്നപ്പം എനിക്ക് പിന്നെ അങ്ങ് മതിയായി. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി ഒരു ഓട്ടോയിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഒരു ബസ് കയറി ഇനി വീട്ടിലെത്തി. ഇതാണ് ഇന്നത്തെ വിശേഷം. ബീച്ചിലെ വിശേഷങ്ങളും എല്ലാവരും എൻ്റെ അടുത്ത് മോൻ പറയുന്ന, അമ്മ എപ്പോഴും ഈ കൊല്ലം ബീച്ചിട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീടിനടുത്തുള്ള ബീച്ചെന്ന് പറയുന്നത് കൊല്ലം ബീച്ചാണ്. അന്നേരം നമ്മൾ കൂടെ മിക്ക സമയങ്ങളിലും നമുക്ക് പോകാൻ പറ്റുന്നത് അവിടെ അടുത്തല്ലേ. അന്നേരം അതുകൊണ്ടാണ് കൊല്ലം ബീച്ചിൻ്റെ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് ആരും വീഡിയോ കാണാതിരിക്കരുത്. അതൊക്കെ ഒരു രസമായിട്ട് എല്ലാവരും എടുക്കുക, നിങ്ങളും കണ്ട് ആസ്വദിക്കുക. അങ്ങനെ ഞാൻ ഇന്ന് അതിൻ്റെയൊക്കെ വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇടാം. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഫുഡ് ഉച്ചക്കത്തെ ഗംഭീരമായിരുന്നു. നല്ല കിടിലം പുളിശ്ശേരി, നല്ല കുറുകുറായിരിക്കുന്നു, നല്ല വെർമിസലി പായസം, അതെല്ലാം കൂട്ടി നല്ല കിടിലം ഫുഡൊക്കെ കഴിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന്. നല്ല സന്തോഷവതിയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. വിഷമങ്ങളെല്ലാം ഉണ്ടായാലും എല്ലാത്തിനെയും കാറ്റിൽ പറത്തി ഇവിടെ ഇരിക്കുന്നു ഇന്ന്. അതൊക്കെയായിരുന്നു എൻ്റെ സന്തോഷങ്ങൾ. വീഡിയോയൊക്കെ എനിക്ക് ഒത്തിരി കിട്ടി, അതിൻ്റെയും സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇടാം, ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ പിന്നെ കാണാം. എല്ലാവർക്കും ടാറ്റ. ചിലപ്പോൾ ഞാൻ ലൈവ് വരും. കൂട്ടുകാരാരെങ്കിലും, എൻ്റെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു, എൻ്റെ ഞാൻ ലൈവ് വരാത്തത് കാരണം എല്ലാവരും പോക്കളൻ. ശരിയെങ്കിൽ ഇനി കുറച്ച് അടുക്കളപ്പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ.